പൊന്നാനിയിൽ മത്സരിക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു സജീവായി. അതൊക്കെ വെറുതെ കേൾവിയാണ്. പൊന്നാനിയിലൊക്കെ മത്സരിക്കാൻ നല്ല മികച്ച സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിലുണ്ട്. എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ എന്നായിരിക്കും വിനയത്തോടു കൂടി പറയാം. തീർച്ചയായും. അപ്പോൾ മത്സരിക്കാനില്ല, അത് തള്ളിക്കളയുന്നു. അതൊക്കെ പ്രചരണമാണ്. നോക്കൂ ഡോക്ടർ കെ ടി ജലീൽ, സമീപകാലത്ത് മുസ്ലിം ഇപ്പോൾ ഇ പി ജയരാജനൊക്കെ ഇപ്പോൾ എന്തു പറഞ്ഞാലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പറയും. അത് മുസ്ലിം ലീഗിനെ അടുപ്പിക്കാനുള്ള നിലപാടാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഈ കേന്ദ്രാവഗണനയുടെ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. നേരത്തെ അവർക്കിടയിലും രണ്ടഭിപ്രായമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേന്ദ്രാവഗണന മാത്രമല്ല സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പരാധീനതയുടെ കാരണം. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന നിലപാടെടുക്കുന്നു. ആ ഒരു വൈരുദ്ധ്യം മുതലെടുത്ത് സർക്കാർ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചർച്ചയ്ക്കെങ്കിലും വിളിച്ചു എന്നുള്ളതാണ്. അത് വലിയ സർക്കാർ വിജയമായി കാണണം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് LDF-ഉമായി ചേർന്ന് സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഒരു ലീഗ് LDF-നോട് അടുത്ത് വരുന്നുണ്ടോ ഡോക്ടർ കെ ടി ജലീൽ? നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളോടാണെങ്കിലും ഭരിക്കുന്ന കക്ഷികൾ പ്രത്യേകിച്ച് നിലപാടുകൾ സ്വീകരിക്കുക, നയം എന്താണ് എന്ന് വ്യക്തമാക്കുക. മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി പല കാര്യങ്ങളിലും അഭിപ്രായം ഈ കാലങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടുകളോട് ഒത്തുവരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരം അഭിപ്രായങ്ങളെ സ്വാഭാവികമായും സ്വാഗതം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ വിധാനത്തിലേക്ക് നമ്മളാരും കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ, അതുപോലെ തന്നെ മൊയ്ൻ അലി തങ്ങൾക്കെതിരെ തന്നെ ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപ് അടുത്ത് നിന്നിരുന്ന ഒരാളുടെ ഭീഷണി, അവിടെ കെ ടി ജലീൽ എന്ന ഇടതുപക്ഷ സഹയാത്രികൻ പറയുന്നത് എന്താണ്? ആ പൂതി മനസ്സിലിരിക്കട്ടെ, പാണക്കാട്ടെ കുട്ടികളിൽ ഒരാളും തൊടില്ല എന്നാണ്. ജലീൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷേ ഈയൊരു വൈരുദ്ധ്യം എങ്ങനെയാണ് LDF ഉപയോഗപ്പെടുത്താൻ പോകുന്നത്? അപ്പുറത്താണെങ്കിൽ അപ്പുറത്ത്, ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് എന്നുള്ളതാണോ ഡോക്ടർ ജലീൽ താങ്കളുടെ നിലപാട്? അങ്ങനെയല്ല. മുസ്ലിം ലീഗിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വിഷമവും എന്താണ് എന്ന് ഏറ്റവും അധികം അനുഭവിച്ചയാളാണ് ഞാൻ. അങ്ങനെ ഒറ്റപ്പെടുത്തി ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും പല കാലത്തായിട്ട് സ്വീകരിച്ച സമീപനമാണ്. ആ സമീപനം എൻ്റെ പഴയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിൽ ചിലരോട് പാർട്ടി നേതൃത്വം എടുക്കുമ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മിക ബാധ്യത എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. മൊയ്ൻ അലി തങ്ങളെ മുമ്പും ഇതുപോലെ തന്നെ അപമാനിക്കാൻ വേണ്ടി ഇപ്പോൾ ഭീഷണി മുഴക്കിയ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് മൊയ്ൻ അലി തങ്ങളുടെ കൂടെ അല്ല നിന്നത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അന്നും ഞാൻ പറഞ്ഞിരുന്നു, മൊയ്ൻ അലി തങ്ങൾക്കെതിരായി നിലപാടെടുത്താൽ അപ്പോൾ കാണാം എന്ന്. ഒരുപക്ഷെ അന്ന് രാവിലെ ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് തന്നെയാവണം അതിനുശേഷം നടന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി മൊയ്ൻ അലി തങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്നതിൽ നിന്ന്, അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിന്നത്. ഇപ്പോൾ വീണ്ടും മൊയ്ൻ അലി തങ്ങളെ വധഭീഷണി മുഴക്കി പ്രയാസപ്പെടുത്തിയിരിക്കുന്നു അതേ വ്യക്തി. ആ ഘട്ടത്തിലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വരെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാവോ സമസ്തയിലെ ഏതെങ്കിലും ആളുകളോ മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതായി കണ്ടില്ല. ഞാൻ തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്തു, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത്.
ആ പോസ്റ്റ് ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പാണക്കാട് പൈതൃകം ആഘോഷിച്ച MSFന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതും കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാണ് PMA സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ഇടപെടൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരയാക്കി മാറ്റി നിർത്താൻ വേണ്ടി ലീഗിലെ ചില ആളുകൾ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായി ലീഗിനെ കൊണ്ട് നിലപാടെടുപ്പിച്ചു എന്നുള്ളതിൽ എനിക്കതിയായിട്ടുള്ള സന്തോഷവും അഭിമാനവുമുണ്ട്. ഇപ്പോഴും താങ്കൾക്ക് അതിലൊരു സ്വാധീനമുണ്ട് എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.